ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് സുഖമാണേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ബീഫൊക്കെ മേടിച്ചു, കപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് ബിരിയാണി എന്ന് പറയാൻ വന്നു. കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലും കൂടെ വാങ്ങിക്കൊണ്ട് വരണമെന്ന് ഒരാളോട് ഞാൻ പറഞ്ഞതാ. പുള്ളി ഇറച്ചി മാത്രം മേടിച്ചുകൊണ്ട് വന്നു. സാരമില്ല, നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ കപ്പ ഒത്തിരി എടുക്കുന്നില്ലേ, 1 കിലോ കപ്പയെ എടുക്കുന്നുള്ളേ. അപ്പം കപ്പയൊക്കെ സെറ്റാക്കട്ടെ. പിന്നെ സൺഡേ ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ ബീഫും കോഴിയും പിന്നെ എന്താ പറയുക, മട്ടനും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ ഇന്ന് എല്ലാവരും ഉണ്ടേ. മക്കൾക്ക് മോനവധിയൊക്കെയാണല്ലോ. കുഞ്ഞവൻ പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ല. പിന്നെ കെട്ടിയവനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മൂത്ത മോനാണെങ്കിൽ കപ്പയൊന്നും തിന്നുന്ന ആളല്ല. പക്ഷേ കപ്പ ബിരിയാണി പോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കഴിക്കും. അപ്പം അതല്ലേ നല്ലത്. അപ്പോൾ കുറച്ച് കപ്പയും കഴിച്ചോളൂ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഉണ്ടാക്കണം. നമുക്ക് കപ്പയൊന്നും എപ്പോഴും കിട്ടത്തില്ലല്ലോ. അങ്ങനെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഒരു കഷ്ണമില്ല പോലും ഇല്ല അതിനകത്ത്. അതാണ്, എന്താ ചെയ്യാം. പിന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു 4-5 വെള്ളത്തിൽ കഴുകിയെടുത്ത് കുക്കറിലിട്ടു. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണേ, അധികം പേസ്റ്റാക്കിയില്ല, ചതച്ച് കുറച്ച് അതും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ഉപ്പും ഇട്ട് ഇളക്കി അരമണിക്കൂർ വെക്കണമേ. എല്ലാം ചേർത്ത് നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിച്ച് അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അരമണിക്കൂറേ വെക്കുന്നുള്ളേ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത്. ഞാനിങ്ങനെയാണ്. എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വേവിക്കാനായിട്ട് വെക്കുവേ. എനിക്ക് വലിയ ഇതായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങ് ചെയ്യുന്ന. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ ബിരിയാണി വെക്കുന്നതും. കപ്പ ബിരിയാണിയൊക്കെ വെക്കുന്നതാണേലും കറികളൊക്കെ ആണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ സ്റ്റൗ കത്തിച്ച് ബീഫ് വേവിക്കാനായിട്ട് വെച്ചേ. അപ്പം അതിനിടയിൽ നമുക്ക് കപ്പ പൊളിച്ചെടുക്കാം. അതിനിടയ്ക്ക് എൻ്റെ ചെറിയ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടുന്നുണ്ട്. കപ്പയൊക്കെ പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. പിന്നെ സൺഡേ ആയിട്ടിന്ന് എല്ലാവരും എന്തായിരിക്കും പരിപാടി? നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് പോകാനും ഒക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുവാണ്, അവിടെ വെച്ചിട്ടിരിക്കുന്നില്ല. അത് കാരണം തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ചെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പതിയെ ഞാനെല്ലാം ക്ലിയറാക്കി എടുക്കുന്നതായിരിക്കും. എൻ്റെ സംസാരവും പിന്നെന്താ പറയുക, വീഡിയോ എടുക്കുന്ന രീതികളും ഒക്കെ ആദ്യം കുറച്ച് നാളായതല്ലേ ഉള്ളൂ. ആദ്യമായിട്ടുള്ള ഇതല്ലേ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കപ്പയൊക്കെ ചെറുതായിട്ട് കൊത്തിയെടുക്കുക. നല്ല കപ്പയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇവിടെ ആഴ്ചയാണ് കപ്പ വരുന്നത്. ചില ദിവസം വെള്ളിയാഴ്ച ദിവസം വരും, എല്ലാ ദിവസം ഞായറാഴ്ച വരും. അങ്ങനെയൊക്കെയാണ് കപ്പകൾ പല ദിവസവും വരുന്നത്. വണ്ടി വരുന്നതനുസരിച്ചിരിക്കും. നമുക്ക് നാട്ടിലെ പോലെ എപ്പോഴും കപ്പയും നാട്ടിലെ ഒരു സാധനവും അങ്ങനെ എപ്പോഴും കിട്ടത്തില്ല. അതിനിടയ്ക്ക് എൻ്റെ ബീഫ് കുക്കർ അടിച്ചു. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് താത്തു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അവിടെ മൊത്തം സ്റ്റൗവും എല്ലാം കുളമാവും. എൻ്റെ കുക്കർ അതുപോലത്തെയാണ്, വെള്ളം തെറിച്ച് കുളമായി പോവും. നമുക്ക് കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ബീഫ് റെഡിയായിട്ടോ.
ബീഫ് റെഡി ആയില്ല. അയ്യോ സോറി, ബീഫിൻ്റെ കുക്കറിൻ്റെ സൈഡിൽ കൂടെ എയർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് വെള്ളം ഒഴിച്ചൊന്ന് ഇട്ടിട്ട് അത് വീണ്ടും തിരിച്ച് വെച്ചു. ഇനി കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. എൻ്റെ ഇടയ്ക്ക് വേസ്റ്റ് ബോക്സ് തപ്പിപ്പോയതാ പുറത്ത്. അത് കഴിഞ്ഞ് വന്നു. നമ്മുടെ അടുക്കള ചെറിയ അടുക്കളയായതുകൊണ്ട് പാത്രമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ പുറത്താണ് വെക്കുന്നത്. നേരത്തെ ഇങ്ങനെ ജനലയിൽ ഇങ്ങനെ വെച്ചിട്ടല്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പോരായ്മ പോലെ തോന്നിയപ്പോൾ ഞാനതെടുത്ത് മാറ്റിയപ്പോൾ പുറത്തോട്ട് ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ട് പുറത്തെടുത്ത് വെക്കും. പിന്നെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എടുത്ത് പാത്രങ്ങളെല്ലാം അടുക്കി വെക്കുവേ. എനിക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കപ്പ വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ട്. ഇവിടെ എപ്പോൾ വന്നാലും നല്ല കപ്പയാണ് വരുന്നത്. അപ്പം കപ്പ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫിനുള്ള സവോളയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. സവോള അരിയുമ്പോൾ ഞാൻ എപ്പോഴും കരയും. എനിക്കതാണ് ഏറ്റവും മടിയുള്ള പണി. അതാണ് എനിക്ക് ആരെങ്കിലും അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കാര്യത്തോടെ ചെയ്തു തരാമെന്ന് പറയും. കാരണം എനിക്ക് ഭയങ്കര മടിയാണ് സവോള അരിയാൻ. അതിനിടയ്ക്ക് കപ്പയൊക്കെ വെന്തു. അതിനിടയ്ക്ക് എൻ്റെ മോനാണെങ്കിൽ വഴക്കുണ്ടാക്കി എന്നെ ഒന്ന് എടുക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് വരും. അവനെപ്പോഴും അങ്ങനെയാണേ, ഒന്ന് എടുക്കുമോ എന്നും പറഞ്ഞു വരും. കപ്പയൊക്കെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചു. ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കാവേ. അതിനിടയ്ക്ക് മോൻ വന്ന് ഓരോ ഇത് കാണിച്ചുകൊണ്ട് നിൽക്കും. അമ്മേ എടുക്കമ്മേ, അത് ചെയ്യമ്മേ, ഇത് ചെയ്യമ്മേ. ചെറിയ അടുക്കളയായതുകൊണ്ട് എനിക്ക് പേടിയാണേ. വന്ന് നിൽക്കുമ്പം കടുകൊക്കെ ഇടുമ്പോഴും ഒക്കെ തെറിച്ചാലോ എന്ന് പേടിയാണ്. അതിനിടയ്ക്കൊക്കെ തിരിഞ്ഞ് നോക്കി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ബീഫിൻ്റെ കുക്കർ വെച്ചപ്പം വെള്ളം തെറിച്ചെല്ലായിടം കണ്ടോ. എൻ്റെ സ്റ്റൗവൊക്കെ കിടക്കുന്നുണ്ടോ. അതാണ് പ്രശ്നം. ബീഫ് വെച്ചാൽ നല്ല പണിയാണ്. ബീഫും മട്ടനൊക്കെ വെച്ചാൽ നല്ല പണി കിട്ടുമെന്ന്. ഉള്ളിയൊക്കെ വഴണ്ട് വന്നു. മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു. മുമ്പേ ഞാൻ ചേർത്ത ആ മസാലകളൊക്കെ തന്നെയാണ് ചേർത്തത്. അല്ലാതെ മീറ്റ് മസാലയൊന്നും ഞാൻ എക്സ്ട്രാ ചേർത്തില്ല. സാധാ നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയും കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഇളക്കി വെച്ചിട്ട് ബീഫ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചൊന്ന് തിളച്ച് നല്ല ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയിട്ട് കൊടുക്കാവേ. അപ്പോൾ കപ്പയൊക്കെ ഇട്ട് കപ്പ ബിരിയാണി റെഡിയായി. ഇനി കുറച്ച് ഉള്ളിയും മല്ലിയിലയൊക്കെ തൂവി കൊടുക്കാം. കഴിക്കാനെടുക്കുമ്പോൾ കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് കൊടുക്കാവേ. അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളേ.